ഹായ്, എല്ലാവർക്കും നമസ്കാരം. കേരള PSC 2025 ജൂലൈ 12 നടത്താനിരിക്കുന്ന ഫയർമാൻ ഫയർവുമൺ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു 50 ദിവസത്തെ ടൈം ടേബിളോട് കൂടിയ മെഗാ റിവിഷൻ ക്ലാസ്സുകളാണ് നമ്മൾ ഇന്നു മുതൽ ആരംഭിക്കുന്നത്. ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഈ ഒരു 50 ദിവസം നിങ്ങൾക്ക് വളരെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സഹായിക്കുന്ന ഒരു സ്റ്റഡി ടൈം ടേബിളും നോട്ടുകളുമാണ് നമ്മുടെ ക്ലാസ്സുകളിലൂടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഇന്നു മുതലാണ് ക്ലാസ്സുകൾ ആരംഭിക്കുന്നത്. ഈ 50 ദിവസത്തെ ക്ലാസ് സീരീസിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള സ്റ്റഡി പ്ലാൻ മുന്നോട്ട് കൊണ്ടിരിക്കുകയാണ്. അതായത് ഇന്നു മുതൽ മെയ് 22 മുതൽ ജൂലൈ 11 വരെ ഓരോ ദിവസവും PSCയിൽ ഫയർമാൻ പരീക്ഷകൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്കുകളും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, നോട്ട്സ്, മോക്ക് ടെസ്റ്റുകൾ എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ 50 ദിവസം നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത്. അതിനായിട്ട് നിങ്ങൾ ഈ ക്ലാസ്സുകൾ ഫോളോ ചെയ്യുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായ രീതിയിൽ ക്ലാസ്സുകൾ കാണുക, നോട്ടുകളും ക്വസ്റ്റ്യൻസും പഠിക്കുക, ഡൗട്ടുകളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കുക മുതലായ കാര്യങ്ങളാണ്. അതോടൊപ്പം തന്നെ റിവിഷനാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത്രയും കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ നടക്കുന്ന ഫയർമാൻ പരീക്ഷയ്ക്ക് ഏറ്റവും നല്ലൊരു വിജയം കൈവരിക്കാനായിട്ട് സാധിക്കും. PSC പരീക്ഷകളിൽ ജോലി നേടിയിട്ടുള്ള ഉദ്യോഗാർത്ഥികളും കൂട്ടുകാരും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരോട് ചോദിച്ചാൽ അറിയാം, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ചെയ്യേണ്ടത് കൺസിസ്റ്റൻസി എന്നതാണ്. കൺസിസ്റ്റൻസി പോകാതെ തന്നെ ഈ ഒരു 50 ദിവസം നിങ്ങൾ നമ്മളോടൊപ്പം വന്ന് നല്ല രീതിയിൽ പഠിച്ച് മുന്നോട്ട് പോയാൽ നല്ലൊരു റാങ്ക് നിങ്ങൾക്ക് നേടാനായിട്ടായിരിക്കും. അതിനുവേണ്ടി ഞങ്ങളുടെ എല്ലാവിധ സപ്പോർട്ടും നിങ്ങൾക്കുണ്ടായിരിക്കും. ഇന്നു മുതൽ നമ്മൾ ക്ലാസ്സുകൾ ആരംഭിക്കുകയാണ്. ഇന്ന് ഡേ 1 ആണ്. ഡേ 1ൽ നമ്മുടെ സിലബസ് പ്രകാരമുള്ള, ഇതിനോടകം തന്നെ നിങ്ങൾക്ക് സിലബസ് എല്ലാം കിട്ടിക്കാണും. അപ്പോൾ നമ്മുടെ ഈ സിലബസ് പ്രകാരമുള്ള ആദ്യത്തെ ടോപ്പിക്കായിട്ടുള്ള കേരളത്തിലെ നവോത്ഥാന നായകന്മാർ, ഈ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട ക്ലാസ്സാണ് ഇന്ന് നമ്മൾ എടുക്കുന്നത്. ശ്രീനാരായണ ഗുരു മുതൽ അയ്യങ്കാളി വരെയുള്ള PSC പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ളതും ചോദിക്കാൻ സാധ്യതയുള്ളതുമായ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഇന്ന് നമ്മൾ ക്ലാസ് എടുക്കുന്നത്. ക്ലാസ്സുകൾ ആദ്യം മുതൽ അവസാനം വരെ കാണുക. PDF നോട്ടുകൾ വേണ്ടവർക്ക് ഈ ഒരു ക്ലാസ്സിന് താഴെ, വീഡിയോയ്ക്ക് താഴെ കമൻറ്റുകളായിട്ട് ചോദിക്കാവുന്നതാണ്. നിങ്ങൾക്ക് കമൻ്റ് ഇടുന്നവർക്കും അതോടൊപ്പം തന്നെ ടെലഗ്രാം ചാനലിൽ നമ്മളെ ഫോളോ ചെയ്യുന്നവർക്കും ഉറപ്പായിട്ടും PDF നോട്ട് അവൈലബിൾ ആകുന്നതായിരിക്കും. അപ്പോൾ ഡൗട്ടുകളുണ്ടെങ്കിലും ചോദിക്കാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. ഒരിക്കൽ കൂടി എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. ഫയർമാൻ പരീക്ഷ ഞാൻ പറഞ്ഞിരുന്നു, ജൂലൈ 12-ാം തീയതിയാണ് ഫയർമാൻ പരീക്ഷ. ഒരുപാട് ഉദ്യോഗാർത്ഥികൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു 50 ദിവസം വളരെ നല്ലൊരു മെഗാ റിവിഷനായിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം. അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കുകയാണ്. ഒരിക്കൽ കൂടി എല്ലാവർക്കും നമ്മുടെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിലെ വിഷയം കേരളത്തിലെ നവോത്ഥാന നായകർ. ഈ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ആദ്യത്തെ ദിവസത്തെ ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ആദ്യം നമുക്ക് പഠിക്കേണ്ടത് ശ്രീനാരായണ ഗുരുവിനെ കുറിച്ചാണ്. PSC പരീക്ഷകളിൽ ചോദ്യങ്ങൾ ഏറ്റവും കൂടുതൽ ഈ ഒരു ഭാഗത്തു നിന്ന് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ശ്രീനാരായണ ഗുരുവിനെക്കുറിച്ച് നിങ്ങൾ കുറേയധികം കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടാകും. അപ്പോൾ ആദ്യം നമ്മൾ ഒരു ഓവറോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു തരുന്നു. ശ്രീനാരായണ ഗുരു മുതൽ അയ്യങ്കാളി വരെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. അവരുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത്. അതിനുശേഷം ക്ലാസ്സിൻ്റെ അവസാനമാണ് നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യം തന്നെ നോക്കുന്നത് ശ്രീനാരായണ ഗുരു. നമുക്കറിയാം, കേരള നവോത്ഥാനത്തിൻ്റെ മുഖ്യ ശക്തിയായി പരിഗണിക്കപ്പെടുന്ന നവോത്ഥാന നായകനാണ് ശ്രീനാരായണ ഗുരു. കേരള നവോത്ഥാനത്തിൻ്റെ പ്രധാന നായകൻ എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. 1856 ചെമ്പഴന്തിയിലാണ് അദ്ദേഹത്തിൻ്റെ ജനനം. അദ്ദേഹം കേരളത്തിലെ ജനങ്ങൾക്ക് മുന്നിലേക്ക് വെച്ച പ്രധാന സന്ദേശമെന്ന് പറയുന്നത് ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന് എന്നതായിരുന്നു. അതുപോലെ തന്നെ 1903 അദ്ദേഹം SNDP യോഗം സ്ഥാപിച്ചത്. അരുവിപ്പുറം ശിവലിംഗം പ്രതിഷ്ഠ നടത്തിയത് എന്തിനാണ്? ജാതി വ്യവസ്ഥയ്ക്കെതിരായിട്ടാണ് അരുവിപ്പുറം ശിവലിംഗ പ്രതിഷ്ഠ അദ്ദേഹം നടത്തിയത്.
സാമൂഹ്യ സമത്വം, ആത്മീയത, വിദ്യാഭ്യാസം എന്നിവയ്ക്കായിരുന്നു അദ്ദേഹം ഏറ്റവും കൂടുതൽ ഊന്നൽ നൽകിയിരുന്നത്. സാമൂഹ്യ സമത്വം, ആത്മീയത, വിദ്യാഭ്യാസം എന്നിവയ്ക്കായിരുന്നു അദ്ദേഹം ഏറ്റവും കൂടുതൽ ഊന്നൽ നൽകിയിരുന്നത്. ഗുരുവിൻ്റെ ജീവിതവും ദർശനങ്ങളും കേരള നവോത്ഥാനത്തിന് തന്നെ ഒരു പുതിയ വഴിത്തിരിവായിരുന്നു. ശ്രീനാരായണ ഗുരുവിനെ കുറിച്ചുള്ള ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ ഇവിടെ പഠിച്ചത്. ഇനി ശ്രീനാരായണ ഗുരുവുമായി ബന്ധപ്പെട്ട കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അടുത്തത് പറയുന്നത്. നമ്മൾ പറഞ്ഞു 1856 അദ്ദേഹം ജനിച്ചത്. ചെമ്പഴന്തിയിലായിരുന്നു ജനനം. ശ്രീനാരായണ ഗുരുദേവൻ ജനിക്കുമ്പോൾ തിരുവിതാംകൂർ ഭരിച്ചിരുന്നത് ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയായിരുന്നു. ശ്രീനാരായണ ഗുരുവിൻ്റെ മാതാപിതാക്കൾ ആരൊക്കെയാണ്? മാടൻ ആശാൻ, കുട്ടിയമ്മ. മാടൻ ആശാൻ, കുട്ടിയമ്മ. ശ്രീനാരായണ ഗുരുവിൻ്റെ ഭാര്യയുടെ പേരാണ് കാളി. ശ്രീനാരായണ ഗുരുവിൻ്റെ ഭവനത്തിൻ്റെ പേരാണ് വയൽവാരം വീട്. വയൽവാരം വീട്. ഇതൊക്കെ നിങ്ങൾ ബേസിക് ആയിട്ട് പഠിച്ചു പോയിട്ടുള്ള കാര്യങ്ങളാണ്. എങ്കിലും നമ്മളിതൊന്ന് റിവൈസ് ചെയ്ത് പോകേണ്ടിയിട്ടാണ് ഞാനിതെല്ലാം ഒന്നും കൂടി പറഞ്ഞു തരുന്നത്. ശ്രദ്ധിക്കുക. അടുത്തത് നാണു ആശാൻ എന്നും ശ്രീനാരായണ ഗുരു അറിയപ്പെട്ടിരുന്നു. നാണു ആശാൻ എന്ന പേരിലും ശ്രീനാരായണ ഗുരു അറിയപ്പെട്ടിരുന്നു. ശ്രീനാരായണ ഗുരുവിൻ്റെ ഗുരുക്കന്മാരാരൊക്കെയാണെന്ന് ചോദിച്ചാൽ രാമൻ പിള്ള ആശാനും തൈക്കാട് അയ്യയുമാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ ഗുരുക്കന്മാർ. അതുപോലെ തന്നെ ജി ശങ്കരക്കുറുപ്പ് ശ്രീനാരായണ ഗുരുവിനെ വിശേഷിപ്പിച്ചിരുന്നത് രണ്ടാം ബുദ്ധൻ എന്ന പേരിലാണ്. ശ്രീനാരായണ ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ച കവി ആര് എന്ന് ചോദിച്ചാൽ ഉത്തരം ജി ശങ്കരക്കുറുപ്പാണ്. ശ്രീനാരായണ ഗുരു ചട്ടമ്പി സ്വാമികളെ കണ്ടുമുട്ടിയ വർഷം 1882. അതുപോലെ തന്നെ ശ്രീനാരായണ ഗുരുവിൻ്റെ ആദ്യ രചനയാണ് ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട്. ശ്രീനാരായണ ഗുരുവിൻ്റെ ആദ്യ രചനയാണ് ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട്. ടാഗോർ ശ്രീനാരായണ ഗുരുവിനെ കണ്ടുമുട്ടിയ സ്ഥലം ശിവഗിരിയാണ്. നമ്മൾ പഠിച്ചു ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ടാണ് അദ്ദേഹത്തിൻ്റെ ആദ്യ രചന. ഈ ആദ്യ രചന അദ്ദേഹം സമർപ്പിച്ചത് ചട്ടമ്പി സ്വാമികൾക്കാണ്. ചട്ടമ്പി സ്വാമികൾക്കാണ് അദ്ദേഹത്തിൻ്റെ ആദ്യ രചനയായ ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട് സമർപ്പിച്ചത്. അതുപോലെ തന്നെ ആത്മോപദേശ ശതകം രചിക്കപ്പെട്ട വർഷം 1897. നമ്മൾ പഠിച്ചു ശ്രീനാരായണ ഗുരു അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയ വർഷം 1888. നെയ്യാറിൽ നിന്നും കണ്ടെടുത്ത കല്ലുകൊണ്ടാണ് അദ്ദേഹം അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്തിയത്. ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രധാന കൃതികളാണ് പറയുന്നത്. ഒന്ന് നോട്ട് ചെയ്തു പോവുക. ദൈവ ശതകം, നിവൃത്തി പഞ്ചകം, അദ്വൈത ദീപിക, അറിവ്, ജീവകാരുണ്യ പഞ്ചകം, അനുകമ്പ ദശകം, ജാതിലക്ഷണം, ശിവശതകം, തിരുക്കുറൽ വിവർത്തനം, ജ്ഞാനദർശനം, കാളി നടനം എന്നിവയെല്ലാം ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രധാനപ്പെട്ട കൃതികളാണ്. ഇനി അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ളത് അദ്ദേഹം പറഞ്ഞ ചില പ്രധാനപ്പെട്ട വാക്യങ്ങളാണ്. ശ്രദ്ധിക്കുക. മദ്യം വിഷമാണ്, അതുണ്ടാക്കരുത്, കൊടുക്കരുത്, കുടിക്കരുത് എന്ന് പറഞ്ഞതാര് എന്ന് ചോദിച്ചാൽ ഉത്തരം ശ്രീനാരായണ ഗുരു. അതുപോലെ തന്നെ ഞാനിതാ ഈഴവ ശിവനെ പ്രതിഷ്ഠിക്കുന്നു എന്ന് പറഞ്ഞതാരാണ് എന്ന ചോദ്യത്തിന് ഉത്തരവും ശ്രീനാരായണ ഗുരുവാണ്. തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളിയാണ് ശ്രീനാരായണ ഗുരു. 1965 അദ്ദേഹം തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ടത്. അതുപോലെ തന്നെ നാണയത്തിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളിയും ശ്രീനാരായണ ഗുരുവാണ്. ഇനി നമ്മൾ പഠിച്ചു SNDP യോഗം 1903 ശ്രീനാരായണ ഗുരു സ്ഥാപിച്ചതെന്ന്. ആരുടെ പ്രേരണയാലാണ് ശ്രീനാരായണ ഗുരു SNDP സ്ഥാപിച്ചത് എന്ന ചോദ്യത്തിന് ഉത്തരം ഡോക്ടർ പൽപ്പുവാണ്. SNDPയുടെ ആജീവനാന്ത അധ്യക്ഷൻ ശ്രീനാരായണ ഗുരുവാണ്. ഉപ അധ്യക്ഷൻ ഡോക്ടർ പൽപ്പുവാണ്. SNDPയുടെ മുഖപത്രമാണ് വിവേകോദയം. വിവേകോദയം ആണ്
SNDPയുടെ മുഖപത്രം എന്ന് പറയുന്നത്. ഇപ്പോഴത്തെ SNDPയുടെ മുഖപത്രം യോഗനാഥം എന്നതാണ് ഇപ്പോഴത്തെ SNDPയുടെ മുഖപത്രം. അതുപോലെ തന്നെ അടുത്ത ചോദ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏതു സമ്മേളനത്തിൽ വെച്ചാണ് ശ്രീനാരായണ ഗുരു താലിക്കെട്ട് കല്യാണം ബഹിഷ്കരിക്കാൻ ആഹ്വാനം ചെയ്തത്? ആലുവ സമ്മേളനം. അടുത്തത് ശ്രീനാരായണ ഗുരു എന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് ഉറപ്പായും ചോദിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങളാണ് ഞാൻ പറയുന്നത്. ശ്രദ്ധിക്കുക. ശ്രീനാരായണ ട്രോഫി വള്ളംകളി നടക്കുന്ന കായൽ. ശ്രീനാരായണ ട്രോഫി വള്ളംകളി നടക്കുന്ന കായൽ കന്നേറ്റിക്കായൽ, കരുനാഗപ്പള്ളിയിലെ കന്നേറ്റിക്കായൽ. ഗുരുവിനെ പറ്റി നാരായണം എന്ന നോവൽ എഴുതിയതാരാണ്? ഉത്തരം പെരുമ്പടം ശ്രീധരൻ. ശ്രീനാരായണ ഗുരു എന്ന സിനിമ സംവിധാനം ചെയ്തതാരാണ്? P.A. ബക്കർ. ശാകുന്തളം വഞ്ചിപ്പാട്ട് രചിച്ചതാരാണ്? K.P. കറുപ്പനാണ്. ശ്രീനാരായണ ഗുരു അവസാനമായി പങ്കെടുത്ത പൊതുചടങ്ങ് ഏതാണ്? കോട്ടയത്ത് വെച്ച് 1927 നടന്ന SNDP യോഗമാണ് ശ്രീനാരായണ ഗുരു അവസാനമായി പങ്കെടുത്ത പൊതുചടങ്ങ്. അടുത്തത് ഇൻ്റർനാഷണൽ സെൻറ്റർ ഫോർ ശ്രീനാരായണ ഗുരു സ്റ്റഡീസ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? നവി മുംബൈയിലാണ്, മഹാരാഷ്ട്രയിലെ നവി മുംബൈ. അടുത്തത് മഹർഷി ശ്രീനാരായണ ഗുരു എന്ന കൃതി രചിച്ചതാരാണ്? T. ഭാസ്കരനാണ്. ഉത്തരം T. ഭാസ്കരൻ. അപ്പോൾ ഇത്രയും പ്രധാനപ്പെട്ട പോയിന്റുകളാണ് നമ്മൾ ശ്രീനാരായണ ഗുരു എന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് പഠിക്കുന്നത്. ഇനി ക്ലാസ്സിൻ്റെ അവസാനം നമ്മൾ കുറേയധികം ചോദ്യങ്ങൾ വേറെയും നോക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അടുത്തത് ഏത് നവോത്ഥാന നായകനെക്കുറിച്ചാണ് പഠിക്കുന്നതെന്ന് ചോദിച്ചാൽ ചട്ടമ്പി സ്വാമികൾ. രണ്ടാമത് നമ്മൾ പഠിക്കുന്ന നവോത്ഥാന നായകരിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളാണ് ചട്ടമ്പി സ്വാമികൾ. അദ്ദേഹത്തിൻ്റെ ജനനം 1853 തിരുവനന്തപുരം ജില്ലയിൽ വെച്ചായിരുന്നു. സ്ത്രീ വിദ്യാഭ്യാസം, മതപരമായ സമത്വം, ആചാരാനുഷ്ഠാനങ്ങൾക്കെതിരായ വിമർശനം, ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രധാന ചിന്തകൾ. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികളാണ് പ്രാചീന മലയാളം, ക്രിസ്തുമത ചിന്തനം, വൈദിക ഹിന്ദുമതം, തന്ത്രയോഗ ശാസ്ത്രം, സംസ്കൃതം എന്നിവയിൽ അദ്ദേഹം പ്രഗത്ഭനായിരുന്നു. മതസൗഹാർദ്ദം ആണ് ചട്ടമ്പി സ്വാമികൾ കൂടുതലായും പ്രചരിപ്പിച്ചിരുന്നത്. ചട്ടമ്പി സ്വാമികളുടെ കൃതികൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ചട്ടമ്പി സ്വാമികൾ ബന്ധപ്പെട്ടിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത്. ചട്ടമ്പി സ്വാമികളുടെ അച്ഛൻ്റെ പേര് വാസുദേവൻ നമ്പൂതിരി എന്നാണ്. അമ്മയുടെ പേര് നങ്ങമ്മ പിള്ള. ചട്ടമ്പി സ്വാമികളുടെ ഭവനം അറിയപ്പെടുന്നത് ഉള്ളൂർക്കോട് വീട് എന്ന പേരാണ്. ചട്ടമ്പി സ്വാമികളുടെ ആദ്യകാല പേര് പേട്ടയിൽ രാമൻപിള്ള ആശാൻ എന്നാണ്. രാമൻപിള്ള ആശാൻ്റെ പള്ളിക്കൂടത്തിൽ പഠിക്കവേ ക്ലാസ് ലീഡർ എന്ന അർത്ഥത്തിൽ ചട്ടമ്പി എന്നാണ് വിളിച്ചത്. പിന്നീട് ചട്ടമ്പി എന്ന പേരിലാണ് അദ്ദേഹം അറിയപ്പെട്ടത്. ചട്ടമ്പി സ്വാമി ശ്രീനാരായണ ഗുരുവിനെ കണ്ടുമുട്ടിയ വർഷം 1882. ചട്ടമ്പി സ്വാമി വിവേകാനന്ദനെ കണ്ടുമുട്ടിയ വർഷം 1892. ചട്ടമ്പി സ്വാമികളുടെ ഗുരു ആരാണ്? തൈക്കാട് അയ്യ സ്വാമികളാണ് ചട്ടമ്പി സ്വാമികളുടെ ഗുരു. ഇനി ചട്ടമ്പി സ്വാമികളെ തമിഴ് വേദാന്ത ശാസ്ത്രം അഭ്യസിപ്പിച്ച ഗുരു ആരാണ്? സ്വാമിനാഥ ദേശികറാണ്. സ്വാമിനാഥ ദേശികർ. ചട്ടമ്പി സ്വാമികളെ വിദ്യാധിരാജ എന്ന പേരിലും അറിയപ്പെടുന്നു. അദ്ദേഹത്തിന് വിദ്യാധിരാജ എന്ന പേര് നൽകിയത് എട്ടര യോഗമാണ് അദ്ദേഹത്തിന് വിദ്യാധിരാജ എന്ന പേര് കൂടി നൽകിയത്. ചട്ടമ്പി സ്വാമികൾ ജ്ഞാനോദയം ലഭിച്ച സ്ഥലം വടിവീശ്വരമാണ്. വടിവീശ്വരം. ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ പേര് അയ്യപ്പൻ എന്നാണ്. ഷൺമുഖദാസൻ എന്ന പേരിലും ചട്ടമ്പി സ്വാമികൾ അറിയപ്പെടുന്നു. നമ്മളിപ്പോൾ തന്നെ ചട്ടമ്പി സ്വാമികളുടെ ഒരുപാട് പേരുകൾ പഠിച്ചു. എന്തൊക്കെയാണ്? ഷൺമുഖദാസൻ, സർവവിദ്യാധിരാജ, ശ്രീ ഭട്ടാകരൻ,
സി ബാലഭട്ടാകരൻ എന്നീ പേരുകളിലെല്ലാം തന്നെ ചട്ടമ്പിസ്വാമികൾ അറിയപ്പെട്ടിരുന്നു. അദ്ദേഹത്തെ കാഷായം ധരിക്കാത്ത സ്വാമി എന്ന പേരിലും അറിയപ്പെട്ടിരുന്നു. ഇനി ഷൺമുഖദാസൻ എന്ന പേര് അദ്ദേഹത്തിന് നൽകിയതാരാണ്? തൈക്കാടയ്യ ഗുരുവാണ്. ക്രിസ്തുമത നിരൂപണം രചിച്ചതാരാണ്? ചട്ടമ്പിസ്വാമികളാണ്. ഇനി ചട്ടമ്പിസ്വാമിയെ ആദരിച്ച് ശ്രീനാരായണ ഗുരു രചിച്ച കൃതിയാണ് നവമഞ്ജരി എന്നാണ് PSCയുടെ ഉത്തരസൂചിക പ്രകാരം നമ്മൾ ഇതുവരെ പഠിച്ചിട്ടുള്ളത്. അത് നോട്ട് ചെയ്ത് വെക്കുക, വീണ്ടും ചോദിക്കാനായിട്ട് സാധ്യതയുണ്ട്. ചട്ടമ്പിസ്വാമി സമാധിയായത് 1924 മെയ് 5-നാണ്. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ശിഷ്യനാണ് ബോധേശ്വരൻ. ചട്ടമ്പിസ്വാമി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് പന്മനയിലാണ്. അദ്ദേഹത്തിൻ്റെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് പന്മനയിലാണ്. ചട്ടമ്പിസ്വാമികളോടുള്ള ആദരസൂചകമായി ഇന്ത്യൻ തപാൽ വകുപ്പ് സ്റ്റാമ്പ് പുറത്തിറക്കിയത് 2014 ഏപ്രിൽ 30-നാണ്. ഇനി ചട്ടമ്പിസ്വാമി സമാധി സ്ഥിതി ചെയ്യുന്നത് പന്മനയാണ്, കൊല്ലം ജില്ലയിലെ പന്മന. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ചട്ടമ്പിസ്വാമികളുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത്. അടുത്തത് അയ്യങ്കാളി. അടുത്തത് നമ്മൾ പഠിക്കുന്നത് അയ്യങ്കാളിയെക്കുറിച്ചാണ്. അയ്യങ്കാളിയുടെ ജനനം 1863-ലാണ്. വെങ്ങൂർ, തിരുവനന്തപുരം ജില്ലയിലാണ്. ദളിത് സമൂഹത്തിനായുള്ള നേതാവായിരുന്നു അയ്യങ്കാളി. അദ്ദേഹം നടത്തിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സമരങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പള്ളിക്കുടം സമരം, അതുപോലെ തന്നെ ചന്തമുക്തി സമരം തുടങ്ങിയവ അദ്ദേഹം നടത്തിയിട്ടുള്ള ചില പ്രധാനപ്പെട്ട സമരങ്ങളാണ്. അയ്യങ്കാളി ജനിച്ചത് നമ്മൾ പറഞ്ഞു 1863 ഓഗസ്റ്റ് 28-നാണ്. അയ്യൻ എന്നാണ് അയ്യങ്കാളിയുടെ അച്ഛൻ്റെ പേര്. അമ്മയുടെ പേര് മാല എന്നാണ്. ആളിക്കത്തിയ തീപ്പൊരി എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകനാണ് അയ്യങ്കാളി. ആളിക്കത്തിയ തീപ്പൊരി എന്നാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത് അയ്യങ്കാളിയാണ്. 1907-ലാണ് സ്ഥാപിച്ചത്. സാധുജന പരിപാലന സംഘത്തിൻ്റെ പേര് പുലയ മഹാസഭ എന്ന് മാറ്റിയത് 1938-ലാണ്. ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായ ആദ്യ ഹരിജൻ അയ്യങ്കാളിയാണ്. അതുപോലെ തന്നെ സാധുജന പരിപാലന സംഘത്തിൻ്റെ മുഖപത്രം സാധുജന പരിപാലിനിയാണ്. സാധുജന പരിപാലിനിയുടെ മുഖ്യ പത്രാധിപർ ചെമ്പന്തറ കാളിച്ചോതി കറുപ്പനാണ്. മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ നടന്ന മറ്റൊരു സമരമാണ് 90-ാം ആണ്ട് ലഹള. 1915-ലാണ് ഇത് നടന്നത്. പുലയ ലഹളയെന്നും ഊരൂട്ടമ്പല ലഹളയെന്നും 90-ാം ആണ്ട് സമരം അറിയപ്പെടുന്നു. പുലയരാജ എന്നറിയപ്പെട്ട നവോത്ഥാന നായകനാണ് അയ്യങ്കാളി. സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചതും അയ്യങ്കാളിയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ തൊഴിലാളി നേതാവായി വിശേഷിപ്പിക്കപ്പെടുന്ന വ്യക്തിയും അയ്യങ്കാളിയാണ്. അതുപോലെ തന്നെ പിന്നോക്ക ജാതിയിൽപ്പെട്ട കുട്ടികൾക്ക് കുടിപ്പള്ളിക്കൂട സ്ഥാപിച്ചത് വെങ്ങാനൂരിൽ അയ്യങ്കാളിയാണ്. 1905-ലാണ് സ്ഥാപിച്ചത്. അയ്യങ്കാളിയെ ഗാന്ധിജി സന്ദർശിച്ച വർഷം 1937-ആണ്. അയ്യങ്കാളിയെ പുലയരുടെ രാജാവ് എന്നാണ് ഗാന്ധിജി വിശേഷിപ്പിച്ചത്. ഇന്ത്യയുടെ മഹാനായ പുത്രൻ എന്ന അയ്യങ്കാളിയെ വിശേഷിപ്പിച്ചത് ഇന്ദിരാഗാന്ധിയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റുകാരനാണ് അയ്യങ്കാളി എന്ന് വിശേഷിപ്പിച്ചത് അല്ലെങ്കിൽ അഭിപ്രായപ്പെട്ടത് ആരാണ്? EK നായനാരാണ്. വില്ലുവണ്ടി സമരത്തിന് നേതൃത്വം നൽകിയതും അയ്യങ്കാളിയാണ്. വർഷം 1893-ആണ്. കല്ലുമാല പ്രക്ഷോഭത്തിൻ്റെ നേതാവ് അയ്യങ്കാളിയാണ്. കല്ലുമാല പ്രക്ഷോഭം നടന്ന വർഷം 1915-ആണ്. അയ്യങ്കാളിയുടെ പ്രതിമ തിരുവനന്തപുരത്ത് അനാച്ഛാദനം ചെയ്തത് ഇന്ദിരാഗാന്ധിയാണ്. അയ്യങ്കാളിയെക്കുറിച്ചുള്ള അനുസ്മരണത്തെ തുടർന്ന് ഇന്ത്യൻ തപാൽ വകുപ്പ് അയ്യങ്കാളിയെ അനുസ്മരിച്ച് തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം 2002 ഓഗസ്റ്റ് 12. അപ്പം നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ അയ്യങ്കാളിയെക്കുറിച്ച് ഇത്രയാണ് പഠിക്കാനുള്ളത്. അടുത്തത് നമ്മൾ പഠിക്കുന്നത് നവോത്ഥാന നായകൻ വക്കം അബ്ദുൾ ഖാദർ മൗലവി. വക്കം അബ്ദുൾ ഖാദർ മൗലവി.
വക്കം അബ്ദുൽ ഖാദർ മൗലവി ജനിച്ചത് 1873 തിരുവനന്തപുരം ജില്ലയിലെ വക്കം എന്ന സ്ഥലത്താണ് അദ്ദേഹം ജനിച്ചത്. ഡിസംബർ 28, 1873. മുസ്ലിം നവോത്ഥാന നായകനാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി. സ്വദേശാഭിമാനി പത്രം ആരംഭിച്ചു. അതുപോലെ തന്നെ ഇസ്ലാമിക സമൂഹത്തിൽ വിദ്യാഭ്യാസ ഉണർവിന് അദ്ദേഹം തുടക്കം കുറിച്ചു. സ്ത്രീ ശാസ്ത്രീകരണവും മതപരമായ സഹിഷ്ണുതയും അദ്ദേഹം ഉന്നയിച്ചു. ആധുനിക മുസ്ലിം സമൂഹത്തിൻ്റെ മാതൃകയായി വക്കം അബ്ദുൽ ഖാദർ മൗലവി മാറി. വക്കം അബ്ദുൽ ഖാദർ മൗലവി സ്ഥാപിച്ച പത്രമാണ് സ്വദേശാഭിമാനി പത്രം. പത്രത്തിൻ്റെ സ്ഥാപകനാണ് അദ്ദേഹം. ഈ പത്രം സ്ഥാപിതമായത് അഞ്ചുതെങ്ങിലാണ്. 1905 ജനുവരി 19 സ്വദേശാഭിമാനി പത്രം സ്ഥാപിതമായത്. ഖുറാൻ ആദ്യമായി മലയാളത്തിൽ പരിഭാഷപ്പെടുത്തിയ പ്രസിദ്ധീകരണമാണ് ദീപിക. സ്വദേശാഭിമാനി പത്രം തിരുവനന്തപുരത്തു നിന്ന് പ്രസിദ്ധീകരണം ആരംഭിച്ച വർഷം 1907. സ്വദേശാഭിമാനി പത്രത്തിൻ്റെ ആദ്യ എഡിറ്റർ CP ഗോവിന്ദപിള്ള. അതുപോലെ തന്നെ വക്കം അബ്ദുൽ ഖാദർ മൗലവി മരണമടഞ്ഞത് 1932 ഒക്ടോബർ 31. വക്കം സ്വദേശാഭിമാനി വക്കം മൗലവി എന്ന കൃതി രചിച്ചതാരാണ്? ഡോക്ടർ ജമാൽ മുഹമ്മദ് ആണ്. അദ്ദേഹത്തെക്കുറിച്ച് നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് പ്രധാനപ്പെട്ടതായിട്ട് പഠിക്കാനുള്ളത്. അടുത്തത് നമ്മൾ നോക്കുന്നത് കെ കേളപ്പൻ. വൈക്കം സത്യാഗ്രഹത്തിൻ്റെ നേതാവാണ്. മഹാത്മാഗാന്ധിയുടെ അനുയായിയും അഹിംസയുടെ പ്രചാരകനുമായിരുന്നു. ശുദ്ധമായ സാമൂഹിക ആചാരങ്ങൾക്ക് വേണ്ടി പോരാടി. കേരളത്തിലെ സാമൂഹിക സമത്വ സമരങ്ങളുടെ ദിശകാട്ടിയാണ് കെ കേളപ്പൻ. കേരള ഗാന്ധി എന്ന പേരിലും കെ കേളപ്പൻ അറിയപ്പെടുന്നു. മയ്യഴി ഗാന്ധി എന്നറിയപ്പെടുന്നത് IK കുമാരനാണ്. അതുപോലെ തന്നെ 1930 കോഴിക്കോട് നിന്ന് പയ്യന്നൂരിലേക്ക് ഉപ്പു സത്യാഗ്രഹ ജാഥ നയിച്ചത് കെ കേളപ്പനാണ്. അങ്ങാടിപ്പുറം തളി ക്ഷേത്ര സമരം, തിരുനാവായ നിരാഹാര സത്യാഗ്രഹം എന്നിവ നയിച്ചതും കെ കേളപ്പനാണ്. പത്മശ്രീ നിരസിച്ച മലയാളി ആരെന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം കെ കേളപ്പൻ. അതുപോലെ തന്നെ കെ കേളപ്പൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട വർഷം 1930. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്ന സമയത്ത് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ കെ കേളപ്പനായിരുന്നു. കെ കേളപ്പൻ അന്തരിച്ച വർഷം 1971 ഒക്ടോബർ 7. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് കെ കേളപ്പനെ കുറിച്ച് പഠിക്കാനുള്ളത്. അടുത്തത് പഠിക്കുന്നത് പണ്ഡിറ്റ് കറുപ്പൻ. അടുത്തത് നമ്മൾ പഠിക്കുന്നത് പണ്ഡിറ്റ് കറുപ്പൻ. അദ്ദേഹം ജനിച്ച വർഷം 1885 മെയ് 24. എറണാകുളം ജില്ലയിലെ ചേരാനെല്ലൂരിലാണ് അദ്ദേഹം ജനിച്ചത്. പണ്ഡിറ്റ് കറുപ്പൻ്റെ ബാല്യകാല നാമം ശങ്കരൻ. പണ്ഡിറ്റ് കറുപ്പൻ്റെ ഗുരു ആരാണ്? അഴീക്കൽ വേലു വൈദ്യനാണ്. കൊച്ചി നാട്ടുരാജ്യത്തിനുള്ള ആദ്യത്തെ സാമൂഹിക പരിഷ്കർത്താവാണ് പണ്ഡിറ്റ് കറുപ്പൻ. അരയ സമാജം സ്ഥാപിച്ചത് 1907. പണ്ഡിറ്റ് കറുപ്പനാണ് അരയ സമാജം സ്ഥാപിച്ചത്. കൊച്ചിൻ പുലയ മഹാസഭ സ്ഥാപിച്ചതും പണ്ഡിറ്റ് കറുപ്പനാണ്. ജാതി വ്യവസ്ഥയ്ക്കും തൊട്ടുകൂടായ്മയ്ക്കുമെതിരെ പരാമർശിക്കുന്ന കേരളത്തിലെ ആദ്യ കൃതിയാണ് ജാതിക്കുമ്മി. അന്ധവിശ്വാസങ്ങൾക്കെതിരെ പ്രചോദനം നൽകാൻ പണ്ഡിറ്റ് കറുപ്പൻ നടത്തിയ രചനയാണ് ആചാരഭൂഷണം. കേരളത്തിലെ എബ്രഹാം ലിങ്കൺ എന്നും പണ്ഡിറ്റ് കറുപ്പൻ അറിയപ്പെടുന്നു. പണ്ഡിറ്റ് കറുപ്പൻ്റെ ഗ്രഹത്തിൻ്റെ പേരാണ് സാഹിത്യ കുടീരം. കവിതിലകൻ എന്ന പേരിലും അദ്ദേഹം അറിയപ്പെടുന്നു. പണ്ഡിറ്റ് കറുപ്പന് കവിതിലക പട്ടം നൽകിയത് കൊച്ചി മഹാരാജാവാണ്. പണ്ഡിറ്റ് കറുപ്പന് വിദ്വാൻ എന്ന സ്ഥാനപ്പേര് നൽകിയത് കേരളവർമ്മ വലിയകോയി തമ്പുരാൻ. അരയ സമുദായത്തെ പരിഷ്കരിക്കാനായി പണ്ഡിറ്റ് കറുപ്പൻ തേവരയിൽ സ്ഥാപിച്ച സഭയാണ് ബാലസമുദായ പരിഷ്കാരിണി സഭ. 2022 അഖില കേരള അരയ മഹാസഭ സ്ഥാപിച്ചതാരാണ്? പണ്ഡിറ്റ് കറുപ്പനാണ്. പണ്ഡിറ്റ് കറുപ്പൻ മരണമടഞ്ഞത് 1938
മാർച്ച് 23-നാണ്. അരയ വംശോദ്ധരണി സഭ സ്ഥാപിക്കപ്പെട്ടത് ഏങ്ങണ്ടിയൂരിലാണ്. ഏങ്ങണ്ടിയൂർ. അതുപോലെ തന്നെ മത്സ്യജീവികളിൽ ജനിച്ച ധാർമ്മികനായ എഴുത്തുകാരനെന്നും അദ്ദേഹം അറിയപ്പെടുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികളാണ് ജാതിക്കുമ്മി, ഭക്തിസൂത്രം എന്നിവ. വിദ്യാഭ്യാസം, സാമൂഹിക ഉന്നതി എന്നിവയ്ക്ക് കവിത വഴി ഒരുപാട് സംഭാവനകൾ നൽകിയ ആളാണ് പണ്ഡിറ്റ് കറുപ്പൻ. അപ്പം നമ്മൾ ഇതുവരെ ഏറ്റവും പ്രധാനപ്പെട്ട നവോത്ഥാന നായകന്മാരെ കുറിച്ചാണ് പഠിച്ചത്. ഓവറോൾ എല്ലാവരെക്കുറിച്ചും എല്ലാ ഭാഗങ്ങളും കവർ ചെയ്ത് പോയിട്ടുണ്ട്. ഇനി നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് കടക്കുകയാണ്. മോഡൽ ക്വസ്റ്റ്യൻ ആൻസർ. ഇതിൽ പകുതിയും PSC മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ളതാണ്. എങ്കിലും നമുക്ക് പഠിക്കാം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിക്കാം. ആദ്യത്തെ ചോദ്യം, SNDP യോഗം സ്ഥാപിച്ചതാരാണ്? ശ്രീനാരായണ ഗുരു. പള്ളിവലക്കൽ സമരം ആരാണ് നയിച്ചത്? അയ്യങ്കാളി. സ്വദേശാഭിമാനി പത്രം ആരാണ് ആരംഭിച്ചത്? വക്കം അബ്ദുൾ ഖാദർ മൗലവി. ക്രിസ്തുമത ചിന്തനം ആരുടെ കൃതിയാണ്? ചട്ടമ്പി സ്വാമികൾ. ക്രിസ്തുമത ചിന്തനം ആരുടെ കൃതിയാണ്? ചട്ടമ്പി സ്വാമികൾ. വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ വ്യക്തി ആരാണ്? K. കേളപ്പൻ. സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത് ആരാണ്? അയ്യങ്കാളി. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന് എന്ന സന്ദേശം പ്രസിദ്ധീകരിച്ചത് ആരാണ്? ശ്രീനാരായണ ഗുരു. ജാതിക്കുമ്മി രചിച്ച വ്യക്തി ആരാണ്? പണ്ഡിറ്റ് കറുപ്പൻ. ജാതിക്കുമ്മി രചിച്ചതാരാണ്? പണ്ഡിറ്റ് കറുപ്പൻ. ദളിതർക്കായി നിയമസഭയിലെത്തിയ ആദ്യ നേതാവാര്? ദളിതർക്കായി നിയമസഭയിലെത്തിയ ആദ്യ നേതാവാരാണ്? അയ്യങ്കാളി. ഉത്തരം അയ്യങ്കാളി. മുസ്ലിം നവോത്ഥാന നായകനായി പരിഗണിക്കപ്പെടുന്ന വ്യക്തി വക്കം മൗലവി. അടുത്തത്, ക്രിസ്തുമത ചിന്തനം ആരുടെ കൃതിയാണ്? ചട്ടമ്പി സ്വാമികൾ. ക്രിസ്തുമത ചിന്തനം ആരുടെ കൃതിയാണ്? ചട്ടമ്പി സ്വാമികൾ. പ്രാചീന മലയാളം എന്ന കൃതി രചിച്ചതാരാണ്? ചട്ടമ്പി സ്വാമികൾ. വൈദിക ഹിന്ദുമതം കൃതിയുടെ രചയിതാവ് ആരാണ്? ചട്ടമ്പി സ്വാമികൾ. സാധുജന പരിഷ്കരണ സംഘം ആരാണ് സ്ഥാപിച്ചത്? അയ്യങ്കാളി. ട്രാവൻകൂർ നിയമസഭയിലെ ആദ്യ ദളിത് പ്രതിനിധി അയ്യങ്കാളി. മതപരിഷ്കരണത്തിനായി പത്രപ്രവർത്തനം നടത്തിയ നവോത്ഥാന നായകൻ വക്കം അബ്ദുൾ ഖാദർ മൗലവി അല്ലെങ്കിൽ വക്കം മൗലവി എന്ന് അറിയപ്പെടുന്നു. മഹാത്മാഗാന്ധിയുടെ അനുയായിയായ സാമൂഹിക പരിഷ്കർത്താവ് K. കേളപ്പൻ. വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത മഹാത്മാഗാന്ധിയുടെ ശിഷ്യൻ K. കേളപ്പൻ. ഭക്തിസൂത്രം എന്ന കാവ്യത്തിൻ്റെ രചയിതാവ് പണ്ഡിറ്റ് കറുപ്പൻ. മത്സ്യജീവി സമുദായത്തിൽ ജനിച്ച കവിയും സാമൂഹിക പ്രവർത്തകനുമായ വ്യക്തി പണ്ഡിറ്റ് കറുപ്പൻ. കേരളത്തിൽ ബ്രാഹ്മണർ അല്ലാത്തവർക്കെല്ലാം ശിവലിംഗം പ്രതിഷ്ഠിച്ച ആദ്യ സംഭവം ശ്രീനാരായണ ഗുരു. അരുവിപ്പുറം ശിവപ്രതിഷ്ഠ നടത്തിയതാര്? ശ്രീനാരായണ ഗുരു. വിദ്യയോടു ദിവ്യകാരുണമാണ് എന്ന സന്ദേശം ആരുടേതാണ്? ശ്രീനാരായണ ഗുരു. മതവിശ്വാസങ്ങൾക്കു മീതെയുള്ള ചിന്തകർ ആരൊക്കെയാണ്? ശ്രീനാരായണ ഗുരു, ചട്ടമ്പി സ്വാമികൾ. സാമൂഹിക സമത്വത്തിനായി നിലകൊണ്ട നേതാവ് ശ്രീനാരായണ ഗുരു. കേരളത്തിലെ ഇസ്ലാമിക നവോത്ഥാന നായകൻ വക്കം മൗലവി. സ്ത്രീ വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകിയ നേതാവ് ചട്ടമ്പി സ്വാമികൾ. വേദങ്ങളെല്ലാം മനുഷ്യർക്കും അനുയോജ്യം എന്ന് ഉദ്ധരിച്ച നേതാവ് ചട്ടമ്പി സ്വാമികൾ. കേരള നവോത്ഥാനത്തിൽ പേരില്ലാത്ത നായകന്മാരിൽ ഒരാൾ പണ്ഡിറ്റ് കറുപ്പൻ. വൈക്കം സത്യാഗ്രഹം എതിർത്തത് എതിരാളികൾക്ക് എതിർക്കാനാവാത്ത നേതാവ് K. കേളപ്പൻ. ജാതിയില്ലാത്ത സമൂഹമെന്ന ആശയം അവതരിപ്പിച്ചത് ശ്രീനാരായണ ഗുരു. അടുത്ത ചോദ്യം,
വിദ്യാഭ്യാസം, ആചാരങ്ങൾ എന്നിവയെക്കുറിച്ച് വാദങ്ങൾ പ്രസിദ്ധീകരിച്ച വ്യക്തി ശ്രീനാരായണ ഗുരു. SNDP യോഗം സ്ഥാപിച്ച വർഷം 1903. അയ്യങ്കാളിയുടെ സമരങ്ങളിൽ ആദ്യം നടന്നത് പള്ളിവളക്കൽ സമരം. മുസ്ലിം നവോത്ഥാന നേതാവാരാണ്? വക്കം മൗലവി. വൈദിക ആചാര്യങ്ങൾ ചോദ്യം ചെയ്ത സാമൂഹിക പരിഷ്കർത്താവ് ചട്ടമ്പി സ്വാമികൾ. ദളിതർക്കായുള്ള സാമൂഹിക സംഘടന ആരംഭിച്ച വ്യക്തി അയ്യങ്കാളി. വിദ്യയില്ലായ്മയാണ് അടിമത്തത്തിൻ്റെ ആധാരമെന്ന് പറഞ്ഞതാര്? ശ്രീനാരായണ ഗുരു. മതസഹിഷ്ണുതയ്ക്ക് വേണ്ടി പ്രവർത്തിച്ച നേതാവ് വക്കം മൗലവി. ശ്രീനാരായണ ഗുരുവിൻ്റെ ആധുനിക അനുകരണ നേതാവ് കേളപ്പൻ. വെളിച്ചത്തിൽ നിന്ന് വരുന്ന സാമൂഹിക ബോധം വർദ്ധിപ്പിച്ച കവി പണ്ഡിറ്റ് കറുപ്പൻ. കേരളത്തിൽ ആദ്യമായി ദളിതർക്ക് സ്കൂൾ പ്രവേശനം നൽകാൻ തീരുമാനിച്ച അല്ലെങ്കിൽ ശ്രമിച്ച നേതാവ് അയ്യങ്കാളി. ഇസ്ലാമിക നവോത്ഥാനത്തിൻ്റെ സാമൂഹിക പരിഷ്കരണത്തിലേക്ക് നയിച്ച വ്യക്തി വക്കം മൗലവി. പണ്ഡിറ്റ് കറുപ്പൻ്റെ ജന്മം മത്സ്യജീവി സമുദായത്തിൽ നിന്ന്. മതസംവിധാനങ്ങളിലേക്ക് വെളിച്ചം കൊണ്ടുവന്ന മനുഷ്യൻ ശ്രീനാരായണ ഗുരു. മുസ്ലിം സമുദായത്തിൽ വിദ്യാഭ്യാസത്തിന് ഉണർവ് നൽകിയ നേതാവ് വക്കം മൗലവി. മതമല്ല മനുഷ്യത്വമാണ് പ്രധാനമെന്ന് പറഞ്ഞതാരാണ്? ശ്രീനാരായണ ഗുരു. മതമല്ല മനുഷ്യത്വമാണ് പ്രധാനമെന്ന് പറഞ്ഞതാരാണ്? ശ്രീനാരായണ ഗുരു. ഇന്നത്തെ ക്ലാസ് ഇത്രയുമേ ഉള്ളൂ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ PSC പരീക്ഷയുടെ ഏറ്റവും പ്രധാനപ്പെട്ടതും നമ്മുടെ ഫയർമാൻ പരീക്ഷയിലെ സിലബസിൽ നിന്നുള്ള കേരളത്തിലെ നവോത്ഥാന നായകന്മാരെ കുറിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ക്ലാസ്സാണ് പഠിച്ചത്. അതുമായി ബന്ധപ്പെട്ട് പല രീതിയിൽ ഇന്ന് പഠിച്ച ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് പല രീതിയിൽ വരുന്ന ചോദ്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്തു പോവുകയുണ്ടായി. ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഈ ഒരു 50 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് തരാൻ കണക്കാക്കുന്ന വിധത്തിലാണ് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ടൈം ടേബിൾ പ്രകാരം ഒരു ദിവസം പോലും ക്ലാസ് വിട്ടുപോകാൻ നിങ്ങൾ ആരും ശ്രമിക്കരുത്. നിങ്ങൾ പഠിച്ചിട്ടുള്ള ഓരോ ദിവസവും നമ്മുടെ ഓരോ വിജയത്തിന് വേണ്ടിയിട്ടുള്ള അടിസ്ഥാനമാണെന്ന് ഓർക്കുക. അപ്പോൾ നമ്മളോടൊപ്പം മുന്നോട്ട് ഈ ഒരു സ്റ്റഡി ടൈം ടേബിൾ ഫോളോ ചെയ്ത് പഠിക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ നമുക്ക് നാളെ സിലബസിൽ നിന്നും നല്ല പുതിയൊരു ടോപ്പിക്കുമായും കുറേ അധികം ചോദ്യങ്ങളുമായി വീണ്ടും കാണാം. പുതിയ പാഠവും പുതിയ ഊർജവുമായി നമുക്ക് വീണ്ടും മുന്നോട്ട് പോകാം. വിജയത്തിനായി നമുക്ക് ഒന്നിച്ച് മുന്നോട്ടേറാം. ഓക്കെ, അപ്പോൾ സ്നേഹത്തോടെ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. അടുത്ത ദിവസം മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും വിജയാശംസകൾ. താങ്ക് യു.